മമ്മൂട്ടി ചിത്രം കളങ്കാവൽ കുതിപ്പ് തുടരുന്നു. ക്രിസ്മസ് റിലീസായി മറ്റു പുതിയ ചിത്രങ്ങൾ റിലീസിനെത്തുമ്പോഴും മികച്ച പ്രതികരണത്തോടെ കളങ്കാവൽ റിലീസ് തുടരുകയാണ്. ബോക്സ് ഓഫീസ് കളക്ഷനിൽ 80 കോടിയിലേക്ക് ചിത്രം അടുക്കുന്നു. മമ്മൂട്ടിയെയും വിനായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് കളങ്കാവൽ. ക്രിസ്മസ് റിലീസായി മറ്റു പുതിയ ചിത്രങ്ങൾ റിലീസിനെത്തുമ്പോഴും മികച്ച പ്രതികരണത്തോടെ കളങ്കാവൽ റിലീസ് തുടരുകയാണ്. ബോക്സ് ഓഫീസ് കളക്ഷനിൽ 80 കോടിയിലേക്ക് ചിത്രം അടുക്കുന്നു. സോഷ്യൽ മീഡിയയിലടക്കം കളങ്കാവൽ ട്രെൻഡിംഗ് ആയി നിറഞ്ഞു നിൽക്കുമ്പോൾ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ലുക്കിൽ മലയാളത്തിന്റെ പ്രിയ താരങ്ങളെത്തുന്ന AI ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മോഹൻലാൽ, ജയറാം, ദുൽഖർ സൽമാൻ, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, നിവിൻ പോളി, ടൊവിനോ തോമസ്, ഫഹദ് ഫാസിൽ, ആസിഫ് അലി തുടങ്ങി മോളിവുഡിലെ പ്രമുഖ താരങ്ങളെല്ലാം സിഗരറ്റ് കടിച്ചുപിടിച്ച് വില്ലനിസം കലർന്ന മമ്മൂട്ടിയുടെ ലുക്കിലെത്തുന്ന ചിത്രങ്ങളാണ് ഓൺലൈനിൽ കയ്യടി നേടുന്നത്. എല്ലാവരുടെയും ലുക്ക് കൊള്ളാമെങ്കിലും മമ്മൂട്ടിയുടെ അത്ര മനോഹരമാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരാധകർ പോസ്റ്റിൽ കമന്റ് ചെയ്യുന്നത്. അതേസമയം ജയറാം തകർത്തുവെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. മുമ്പ് ഫഹദ് ഫാസിൽ ഇതേ ലുക്കിലെത്തുന്ന ചിത്രങ്ങളും വൈറലായിരുന്നു. കൊടൂര വില്ലനായാണ് മമ്മൂട്ടി കളങ്കാവലിലെത്തുന്നതും. സൈക്കോയായ സ്റ്റാൻലി ദാസ് എന്ന സീരിയൽ കില്ലറുടെ വേഷമാണ് മമ്മൂട്ടിക്ക് ചിത്രത്തിൽ. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച 7ാമത്തെ ചിത്രം കൂടിയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.